ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്നിട്ടെന്ന് വെച്ചാൽ നാളികേരവും അരിപ്പൊടിയൊക്കെ വെച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നാലുമണി പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച് ആദ്യം തന്നെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ആ കപ്പ് കൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. ഞാൻ നാളികേരം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരിപ്പൊടിയൊക്കെ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് നാളികേരമൊക്കെ കൂടുതൽ എടുക്കാട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടാ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ തോൾ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് ഷെയറും ചെയ്തോളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ച പഞ്ചസാരയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട്ടോടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയൊരു ചൂട്ടോട് കൂടെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത പൊടിയിലേക്ക് ഇത് കറക്റ്റാണ്. പിന്നെ നിങ്ങൾ പൊടി കൂടുതലൊക്കെ എടുക്കണം, അല്ലെങ്കിൽ മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്രയും കട്ടി വേണ്ട. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. കട്ടയില്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക. ഈ ഒരു പാകത്തിന് നമുക്ക് ഈ മാവ് ആക്കിയെടുക്കാം. ഇത് തീരെ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. ആ കിണ്ണത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുക്കുക. ഇനി നമ്മൾ കലക്കി വെച്ച മാവിൻ്റെ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ നല്ലോണം കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇട്ട് ചെയ്യുമ്പോൾ ഞാനത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് വെച്ച് കൊടുത്തു. ഇത് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് ആവിയേറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. കട്ടി കുറച്ചിട്ടല്ല നമ്മളിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വേഗം റെഡിയായി കിട്ടും. നമ്മുടെ അടിപൊളി ടേസ്റ്റിലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് ചൂടാറിയ ശേഷം ഇത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നും നമ്മൾ എന്താ പറയുക, പിള്ളേർക്ക് സ്കൂളിട്ട് വരുമ്പോൾ മറ്റുള്ള വറവ് സാധനങ്ങളും അല്ലെങ്കിൽ പൊരിച്ചതൊക്കെ വെച്ച് കൊടുക്കണേക്കാളൊക്കെ നല്ലത് ഇത് തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചൂടാറിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് വരെ നമുക്കെടുക്കാം. നാളെയും ഇത് 4 മണിക്ക് നമുക്ക് എടുത്ത് കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.